ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ പുതിയ കഴകക്കാരനെ നിയമിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. BA ബാലു രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ നിയമനം. ചേർത്തല സ്വദേശി KS അനുരാഗിന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അഡ്വൈസ് മെമ്മോ അയച്ചു. പുതിയ കഴകക്കാരനും ഈഴവ സമുദായത്തിൽപ്പെട്ടയാളാണ്. നിയമനവുമായി മുന്നോട്ടു പോകുമെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അറിയിച്ചു. റിക്രൂട്ട്മെന്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ചിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതിൽ 50% ഓപ്പൺ കാറ്റഗറിയും 50% ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ബാക്ക്വേർഡ് റിസർവേഷൻ കാറ്റഗറിയാണ്. അതുപ്രകാരമുള്ള ഏത് റാങ്ക് പട്ടിക വന്നാലും ഒന്നാമത്തെ ഫസ്റ്റ് ടേൺ വരുന്നത് ഓപ്പൺ കാറ്റഗറിയാണ്. അതാണ് ഓപ്പൺ കാറ്റഗറിയിൽ വന്ന കാൻഡിഡേറ്റിനെ ആദ്യം അഡ്വൈസ് ചെയ്തു. ആ കാൻഡിഡേറ്റ് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ റിസൈൻ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാറ്റഗറി ഓപ്പൺ കാറ്റഗറിയുടെ ആ ടേൺ അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു. അതേസമയം കാരായ്മ കഴകം വാര്യർ കുടുംബത്തിന് തന്നെ നിലനിർത്തണമെന്ന ആവശ്യം ആവർത്തിച്ച് വാര്യർ സമാജം രംഗത്തെത്തിയിട്ടുണ്ട്. ദേവസ്വം കഴകം എന്ന പേരിൽ ഒരു നിയമനം നടത്താൻ ആവില്ലെന്ന് വാര്യർ സമാജം സംസ്ഥാന ട്രഷറർ ഗിരീശൻ മൂർക്കനാട് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ തൃശൂരിൽ നിന്ന് ലെവിൻ K വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഈ വാര്യർ സമുദായം നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ആവശ്യം ഉയർത്തിയിരുന്നതാണ്. പക്ഷേ ഈഴവ കഴകക്കാരൻ വരുമ്പോൾ അതിലേറ്റവും വലിയ വിമർശനം ഉയർത്തിയിരുന്നത് അവിടുത്തെ തന്ത്രി കുടുംബമായിരുന്നു. അവരുടെ നിലപാട് എന്താണ് ദേവസ്വം ബോർഡിന്റെ ഈ പുതിയ നീക്കത്തിൽ, പുതിയ തീരുമാനത്തിൽ? ലക്ഷ്മി, തന്ത്രി കുടുംബങ്ങൾ അല്ലെങ്കിൽ തന്ത്രി കുടുംബാംഗങ്ങളൊക്കെ എപ്പോഴും ഈ കാര്യത്തിലൊരു തന്ത്രപരമായ സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. പരസ്യമായി രംഗത്ത് വന്ന് പ്രതികരിക്കാൻ തന്ത്രി കുടുംബാംഗങ്ങളിൽപ്പെട്ട ആളുകൾ, ഇതിനെ എതിർക്കുന്ന ആളുകളാരും മുൻകാലങ്ങളിലടക്കം തയ്യാറായിരുന്നില്ല. പക്ഷേ കൃത്യമായി വാര്യർ സമാജം അടക്കമുള്ള സംഘടനകൾ, പ്രത്യേകമായി പറയുമ്പോൾ സവർണ സംഘടനകൾ അടക്കമുള്ള നേതൃത്വ നിര ഇക്കാര്യത്തിൽ കൃത്യ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈഴവ സമുദായത്തിലല്ല പിന്നോക്ക സമുദായത്തിൽപ്പെടുന്ന ഒരാളെയും ഇത്തരം ജോലികൾക്ക് അനുവദിക്കാനാവില്ല എന്നുള്ളൊരു അത്തരമൊരു സമീപനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് ബാലുവിൻ്റെ കേസിലടക്കം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും അവർ നിലപാട് സ്വീകരിക്കുന്നത്. വാര്യർ സമാജത്തിൻ്റെതായിട്ടുള്ള പൊതുവായിട്ടുള്ള ആവശ്യമാണ് സംസ്ഥാന ട്രഷറർ ഗിരീശൻ മൂർക്കനാട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കാരായ്മ കഴകം അവകാശം കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളുടേതടക്കം ഈ കാരായ്മ കഴകത്തിൻ്റെ അവകാശം വാര്യർ സമാജത്തിനും വാര്യർ സമാജത്തിൽപ്പെട്ട കുടുംബാംഗങ്ങൾക്കുമാണ്. അത് പുനഃസ്ഥാപിച്ച് നൽകണം. ഇല്ലാത്ത സ്ഥലങ്ങളിലും അത്തരം അവകാശങ്ങൾ തങ്ങൾക്ക് വേണമെന്നുള്ളൊരു നിലപാട് തന്നെയാണ് അവർ ഇക്കാര്യത്തിലും ആവർത്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാര്യർ സമാജത്തിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ഒരു ഹരി ഹൈക്കോടതിയിൽ കക്ഷി ചേർന്ന് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാര്യർ സമാജം കക്ഷി ചേരും. കൂടുതൽ സംഘടനകൾ കൂടി ഇക്കാര്യത്തിൽ കക്ഷി ചേർന്ന് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു നിലപാട് തന്നെയാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനാവില്ല എന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഒരു ഘട്ടത്തിലും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ തീരുമാനത്തെ തങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ ദേവസ്വം കഴകം എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നിലവിലില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു നിയമനം നടത്തുന്നതിനുള്ള യുക്തിയൊക്കെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ പൊതുവായ ഒരു ആവശ്യം തങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ അതിൽ മാറ്റമില്ലാതെ, അതായത് കാരായ്മ കഴകം തങ്ങൾക്ക് തന്നെ നൽകണമെന്നുള്ളൊരു അവകാശവാദം ഉന്നയിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ നിലപാടിൽ മാറ്റമില്ല. കോടതിയുടെ കയ്യിലിരിക്കുന്ന തീരുമാനമായതുകൊണ്ട് തന്നെ കോടതി പരിഗണന ഇക്കാര്യത്തിൽ എന്താണ് കോടതി തീരുമാനമെന്ന് അറിഞ്ഞതിന് ശേഷം കൂടുതൽ പ്രതികരണങ്ങൾക്ക് തന്നെ മുതിരാമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം മറ്റു സമുദായ അംഗങ്ങൾക്ക് ക്ഷേത്രത്തിൽ വാര്യർ സമാജമോ അല്ലെങ്കിൽ മറ്റു സമുദായങ്ങളോ അമ്പലവാസി കുടുംബാംഗങ്ങളോ ഒക്കെ ചെയ്യുന്ന ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മറുവശത്ത് ദേവസ്വം ബോർഡ് ചെയർമാൻ CA ഗോപി നമ്മളോട് പ്രതികരിച്ചിരുന്നു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ തീരുമാനം നടപ്പിലാക്കും. ADRB വഴി അനുരാഗ് KS നിയമനം നൽകിയിട്ടുണ്ട്. ആ നിയമനം നടപ്പിലാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേരും. യോഗം ചേർന്നതിന് ശേഷം നിയമനം നൽകുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിക്കും. മുൻകാലങ്ങളിലെ പോലെ, അതായത് ബാലുവിനുണ്ടായ അനുഭവം പോലെ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട സാഹചര്യമില്ല. അന്ന് പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചാണ്
വിഷയത്തിലാണ് തന്ത്രിമാരടക്കം എതിർപ്പ് ഉന്നയിച്ചതെങ്കിൽ ഇപ്പോൾ പ്രതിഷ്ഠാദിനമില്ല, അല്ലെങ്കിൽ മറ്റ് വിശേഷ അത്തരത്തിൽ എതിർപ്പ് ഉന്നയിച്ച് മാറി നിൽക്കേണ്ട തരത്തിലുള്ള വിശേഷ പരിപാടികളൊന്നും ക്ഷേത്രത്തിൽ നടക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എതിർപ്പ് ഉന്നയിച്ചുകൊണ്ട് അവർ വരേണ്ട കാര്യവുമില്ല എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ CA ഗോപി നമ്മളോട് പ്രതികരിച്ചത്. മാത്രമല്ല മറുവശത്ത് തന്ത്രിമാർക്കടക്കം ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടെങ്കിൽ അവരുമായി സംസാരിക്കാൻ തയ്യാറാണ്. പക്ഷേ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും തീരുമാനം നടപ്പിലാക്കുമെന്നുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഏതായാലും ബാലുവിന് ശേഷം മറ്റൊരാൾ കൂടി ഈ പുതിയ കഴകം ജോലികൾക്കായി വാര്യർ സമാജത്തിന് അല്ലെങ്കിൽ വാര്യർ കുടുംബാംഗത്തിന് പുറത്തു നിന്നും മറ്റൊരു പിന്നോക്ക സമുദായത്തിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ കൂടി കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് നിയമിതനാകാൻ പോകുന്നു. ആ ഒരു സാഹചര്യത്തിൽ മുൻകാലങ്ങളിൽ ഉയർന്നിട്ടുള്ള ജാതി വിവേചനമടക്കമുള്ള എതിർപ്പുകൾ നിലനിൽക്കൂടി തന്നെയാണ് ഇത്തരമൊരു നിയമനം എന്നുള്ള കാര്യവും കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഒരു വശത്ത് ബാലുവിനെ അടക്കം അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരാളെ നിയമിച്ചതിനെ അടക്കമുള്ള തീരുമാനത്തെ നിശിതമായി വിമർശിക്കുമ്പോഴും മറുവശത്ത് വലിയ പിന്തുണയുമായി ഇതര സാമൂഹ്യ സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ രംഗത്ത് വന്നതും നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത്തരത്തിൽ ജാതി വിവേചനം അനുവദിക്കാനാവില്ല എന്നുള്ളതും ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നതിനെതിരെയും രൂക്ഷമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമായി തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങൾ അടക്കമായിട്ട് വിവിധ സംഘടനകൾ മുന്നോട്ട് വന്നു. അത്തരം സാമൂഹ്യ ഒരു പരിഷ്കരണത്തിൻ്റെ കൂടി വിഷയമായതുകൊണ്ട് തന്നെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നും തങ്ങൾ പ്രക്ഷോഭവും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അന്ന് സംഘടനകളൊക്കെ. തീർച്ചയായും ഏതായാലും ബ്രാഹ്മണ മേധാവിത്വത്തെ വകവയ്ക്കാത്ത ഒരു തീരുമാനം തന്നെ, വളരെ ഗംഭീരമായ ഒരു തീരുമാനം തന്നെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ എടുത്തിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.